എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമർപ്പണ ബോധത്തിന് നേരെയുള്ള പരീക്ഷണം തുടങ്ങുന്നത് എവിടെയാണ്? അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ്, എല്ലാ വർഷവും ദുൽഹജ്ജ് മാസം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കേട്ട് തഴമ്പിച്ച ചരിത്രമാണെന്നാൽ ആ ചരിത്രത്തിന്റെ അപ്പുറത്തുള്ള ഗുണപാഠത്തിന്റെ വലിയ കടലെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടില്ല, വലിയ സാഗരത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയുന്നത് കുടുംബവുമായി വേറിട്ട് നിൽക്കാനാണ്, കുഞ്ഞുമായി വേറിട്ട് നിൽക്കാനാണ്. പ്രവാസികളൊക്കെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ അവർ വീട്ടിൽ നിന്ന് ഇങ്ങനെ പടിയിറങ്ങി തിരിഞ്ഞു നിന്ന് വീണ്ടും കാറിക്കോമ്പോൾ വീണ്ടും തിരിഞ്ഞു നോക്കി, ഡോർ അടച്ചിട്ട് വീണ്ടും ഗ്ലാസ് തുറന്ന് വീണ്ടും നോക്കി, ആവർത്തിച്ച് യാത്ര പറഞ്ഞ്, കുട്ടികളെ ആവർത്തിച്ച് ചുംബിച്ച്, ഉമ്മയോട് ആവർത്തിച്ച് യാത്ര പറഞ്ഞ് ഹൃദയം വീട്ടിൽ വെച്ചിട്ടാണ് അവര് ഗൾഫിലേക്ക് തിരിച്ചു പോവുക. പ്രവാസികളെ നമ്മളൊക്കെ കണ്ടതാണ്, നമ്മുടെ കുടുംബത്തിലും വീട്ടിലും നാട്ടിലും പരിചയത്തിലുമെല്ലാം. എന്താ കാരണം? കുടുംബവുമായി വേറിട്ട് നിൽക്കാനുള്ള അവരുടെ മാനസികമായ പ്രയാസം. പ്രത്യേകിച്ച് ഒരു കുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഒരു കുട്ടി ആയിക്കഴിഞ്ഞാൽ ആ കുട്ടി ജനിച്ച് അതിങ്ങനെ അതിന്റെ 1-ാമത്തെ വയസ്സ് 2-ാമത്തെ വയസ്സൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോ ആ കുട്ടിയുടെ ചിരികളും അതിന്റെ കളികളും അതുമായി ചെലവഴിക്കപ്പെടുന്ന സമയങ്ങളുമെല്ലാം ഒരു പ്രവാസിയുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം തീർത്താൽ തീരാത്ത ഹൃദയവേദനയാണ്. ആ ഹൃദയവേദനയായിട്ടാണ് ഓരോ പ്രവാസിയും ഗൾഫിലേക്ക് പോവാ. ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയുന്നത് 1-2 കൊല്ലം പിരിഞ്ഞു നിൽക്കാനില്ല. അള്ളാഹുവിന്റെ കൽപ്പന വരുന്ന കാലം വരെ, പടച്ച റബ്ബ് പറയുന്ന ദിവസം വരെ പിരിഞ്ഞു നിൽക്കണം. എവിടെ കൊണ്ടാക്കേണ്ടത്? നമ്മൾ നമ്മുടെ ഭാര്യയെയും മക്കളെയും വിട്ടിട്ട് പോകുന്നത് അവരുടെ വീട്ടിലാണ്, അല്ലെങ്കിൽ അവരുടെ നാട്ടിലാണ്. കുടുംബക്കാരുള്ള, കാരണവന്മാരുള്ള, ജ്യേഷ്ഠാനുജന്മാരുള്ള, പരിചയക്കാരുള്ള, ആളുകളുള്ള, സൗകര്യങ്ങളുള്ള, എല്ലാ സംവിധാനങ്ങളുമുള്ള, ഒട്ടും പേടിക്കാനില്ലാത്ത, എന്ത് അത്യാവശ്യം വന്നാലും ഓടിയെത്താൻ ആളുകളുള്ള ജനമധ്യത്തിലാണ് നാം നമ്മുടെ കുടുംബത്തെ വിട്ടിട്ട് പോകുന്നത്. എന്നിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ മനസ്സിന് എത്ര വലിയ പ്രയാസമുണ്ട്, എത്ര ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തന്റെ പ്രിയപ്പെട്ട കുടുംബത്തെ അള്ളാഹു ഉപേക്ഷിക്കാൻ പറഞ്ഞത് ആളുകളുടെ നടുവിലല്ല, നാടിന്റെ നടുവിലല്ല, സൗകര്യങ്ങളുടെ നടുവിലല്ല, സംവിധാനങ്ങളുടെ നടുവിലല്ല, കൃഷിയിടങ്ങളില്ലാത്ത, വെള്ളമില്ലാത്ത, ഭക്ഷണമില്ലാത്ത, മനുഷ്യരില്ലാത്ത, ആൾപ്പാർപ്പില്ലാത്ത, എപ്പോഴെങ്കിലും ചെന്നായ്ക്കളുടെ കൂട്ടങ്ങൾ മാത്രം കടന്നു പോകുന്ന, യാത്രാ സംഘങ്ങൾ പോലും അപൂർവമായി മാത്രം കടന്നു പോകുന്ന, വെള്ളത്തിന്റെ തുള്ളിയില്ലാത്ത, മഴ പെയ്യാത്ത, കൃഷിയില്ലാത്ത ഊഷര ഭൂമിയിലേക്ക് തന്റെ കുടുംബവുമായി സഞ്ചരിക്കണമെന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞത്. അവിടെ ഇബ്രാഹിം നബിയുടെ മറുപടി എന്താ അറിയോ? പടച്ചോനെ, എന്തിന്? ആ നാടിന് പകരം വേറൊരു നാട് നിനക്ക് നിശ്ചയിച്ചൂടായിരുന്നോ? ആ ഊഷര ഭൂമിക്ക് പകരം കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, പരിചരിക്കാൻ ആളുകളില്ല, ഒന്നും മൈൻഡ് ചെയ്യാൻ മനുഷ്യന്മാരില്ല ഒരു നാട് തെരഞ്ഞെടുത്തിട്ട് നിനക്ക് തന്നൂടായിരുന്നു റബ്ബേ എന്ന ചോദ്യം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയും ചോദിച്ചിട്ടില്ല. അള്ളാഹ് പുറപ്പെടാൻ പറഞ്ഞു, പുറപ്പെട്ടു. ഏത് ദിക്കിലേക്കെന്ന് പടച്ചോൻ പറഞ്ഞു, എത്ര ദൂരം എന്ന് പടച്ചോൻ പറഞ്ഞു. അള്ളാഹു പറഞ്ഞതനുസരിച്ച് തന്റെ ഭാര്യയെയും പിഞ്ചു പൈതലിനെയും കൂട്ടി, ആ ചോര കുഞ്ഞിനെയും കൂട്ടിയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പുറപ്പെടുകയാണ്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി, ദിവസങ്ങളുടെ യാത്രക്കൊടുവിൽ രാവും പകലും മാറി മറിഞ്ഞ് അവസാനം അവർ മക്കയിലെത്തുകയാണ്, കഅബാലയത്തിന്റെ പരിസരത്തെത്തുകയാണ്. നമ്മൾ ഇന്ന് കഅബ, മക്ക എന്നൊക്കെ പറയുമ്പോ ജനനിബിഡമായ 5 സ്റ്റാർ ഹോട്ടലുകളുള്ള ഏത് വിഭവങ്ങളും, ലോകത്തുള്ള ഏത് രാജ്യത്തിന്റെ ഏത് വിഭവങ്ങളും സുലഭമായി കിട്ടുന്ന ഒരു പട്ടണത്തെയാണ് എന്റെ നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരിറ്റു വെള്ളം പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത ആ ഭൂമിയിലേക്കാണ് തന്റെ ഭാര്യയും മകനെയും പറിച്ചു നട്ടത്. അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഹാജറ ബീവിയെയും തന്റെ മകനെയും അവിടെ ആക്കിയിട്ട് തിരിച്ചു പോകുമ്പോ ഒരക്ഷരം മിണ്ടിയിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും സംസാരിച്ചിട്ടില്ല. ഒന്ന് ആശ്വസിപ്പിക്കുമല്ലോ, പടച്ചോൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അള്ളാന്റെ കൽപ്പന ഏതാണ്? അവിടെ ആക്കുക, നീ ഇങ്ങോട്ട് തിരിച്ചു വരിക. തിരിച്ചു വരുന്ന വഴിയിൽ ആ മഹദി ഒറ്റ ചോദ്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇബ്രാഹിം നബിയുടെ തർബിയത്താണത്. എന്താ ചോദ്യം എന്നറിയോ? അല്ലാഹു അമറക ബിഹാദാ, പ്രിയപ്പെട്ടവനെ, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി അവർക്ക്. ഇവിടെ വെള്ളമുണ്ടോ? ചോദിച്ചിട്ടില്ല. ഇവിടെ ഭക്ഷണമുണ്ടോ? ചോദിച്ചിട്ടില്ല. ഇവിടെ വേറെ കുടുംബം താമസമുണ്ടോ, മനുഷ്യന്മാരുണ്ടോ? ചോദിച്ചിട്ടില്ല. ചോദിക്കേണ്ട ആവശ്യമില്ല. ചോദിച്ചത് എന്താണ്? അല്ലാഹു അമറക ബിഹാദാ,
അള്ളാഹു ആണോ അങ്ങയോട് ഇത് കൽപ്പിച്ചതെന്നാണ് ചോദിച്ചത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി നഅം, അതെ എന്ന് മാത്രമാണ്. ആ മഹദിയുടെ മറുപടി എന്താ അറിയോ? എങ്കിൽ അങ്ങയ്ക്ക് ധൈര്യമായിട്ട് പോകാം, ഞങ്ങളുടെ കാര്യം ഞങ്ങളുടെ റബ്ബ് നോക്കിക്കോളുമെന്ന് പറഞ്ഞ് ഭർത്താവിനെ പറഞ്ഞയക്കുന്ന ഒരു ഭാര്യയാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ കൽപ്പനക്ക് മുന്നിൽ ഒരുപോലെ കീഴടങ്ങുന്ന ഭാര്യയെയും ഭർത്താവിനെയുമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക. നിങ്ങൾ ഇബ്രാഹിം സ്വലാത്ത് ചെല്ലാറില്ലേ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവാചകന് നന്മ ചെയ്യണം, ഇബ്രാഹിം നബിക്ക് നന്മ ചെയ്തതുപോലെ ഞങ്ങളുടെ പ്രവാചകന്റെ കുടുംബത്തിന് നന്മ കൊടുക്കണം. ഇബ്രാഹിം നബിക്ക് നന്മ കൊടുത്തതുപോലെ അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. ഞങ്ങളുടെ പ്രവാചകന് അനുഗ്രഹം കൊടുക്കണം. ഇബ്രാഹിമിന് അനുഗ്രഹം കൊടുത്തതുപോലെ ഞങ്ങളുടെ പ്രവാചകന്റെ കുടുംബത്തിനും അനുഗ്രഹം കൊടുക്കണം. ഇബ്രാഹിമിന്റെ കുടുംബത്തിനും അനുഗ്രഹം കൊടുത്തതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈഹി സ്വലാത്തു വസ്സലാം. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താ ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമുള്ള പ്രത്യേകത? അള്ളാഹുവിന്റെ കൽപ്പനക്ക് മുന്നിൽ ഒരുപോലെ കീഴടങ്ങുന്ന, മറുവാക്ക് ചോദിക്കാത്ത, മറുത്തൊരു ചോദ്യം പോലും ചോദിക്കാത്ത, അദ്ദേഹത്തിന്റെ കാൽപ്പാടുകളെ പിൻപറ്റിക്കൊണ്ട് സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിൽ തോളുരുമ്മി മുന്നോട്ട് പോയ ഒരു കുടുംബമായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബം. ഇത് ഭാര്യയുടെ ഊഴമാണ്. ഒന്നാമത്തത് ഹാജറ ബീവിയുടെ ഊഴമാണ്. ആദ്യമായി പരീക്ഷിക്കപ്പെട്ടത് അവരുടെ ഈമാനാണ്, അവരുടെ തവക്കുലാണ്, അവരുടെ സമർപ്പണമാണ്. 200 മാർക്കോടെ ഹാജറ ബീവി അതിൽ വിജയിക്കുകയുണ്ടായി. തന്റെ മകൻ മുലപ്പാലിന് വേണ്ടി കരഞ്ഞപ്പോ ചുരത്തിക്കൊടുക്കാൻ ഒരു തുള്ളി മുലപ്പാലില്ലാതെ, തൊണ്ട നനക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ സഫാക്കുന്നിന്റെയും മറുവാക്കുന്നിന്റെയും ഇടയിൽ ആ കറുത്ത വനിത ഓടിയിട്ടുണ്ട്. ദാഹജലത്തിന് വേണ്ടി അന്വേഷിച്ച്, ഒരു മനുഷ്യന്റെ കാൽപെരുമാറ്റം അറിയുന്നതിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഹാജിമാർ ഉംറയ്ക്ക് വേണ്ടി വരുന്ന ആളുകൾ ഇന്ന് സഫയുടെയും മറുവയുടെയും ഇടയിൽ ഓടുന്നുണ്ടെങ്കിൽ അതിൽ പണക്കാരുണ്ട്, രാജാക്കന്മാരുണ്ട്, വെളുത്തവരുണ്ട്, കറുത്തവരുണ്ട്, സകല ഭാഷക്കാരുമുണ്ട്. 10,000-കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ്, 1000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആ കറുത്ത വനിതയുടെ കാൽപ്പാടുകൾ പതിച്ച അതേ താഴ്വരയ്ക്കിടയിലൂടെ അവരെ അനുകരിച്ചുകൊണ്ട് ഇന്ന് ഹാജിമാർ ഓടുന്നതായി നമുക്ക് കാണാൻ കഴിയും. പൂർണ്ണമായ സമർപ്പണത്തോടെ അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ വിജയിച്ച ഹാജറ ബീവിക്ക് അള്ളാഹു നൽകിയ ഒരു അംഗീകാരം കൂടിയാണത്. രണ്ടാമത്തെ പരീക്ഷണം മകനുള്ളതാണ്. ഹാജറ ബീവി വിജയിച്ചു പരീക്ഷണത്തിൽ. രണ്ടാമത്തെ പരീക്ഷണം മകനുള്ളതാണ്. ഇബ്രാഹിം നബിക്കും മകനും വേണ്ടിയുള്ളതാണ്. എന്താണ് പരീക്ഷണം? കാലങ്ങൾക്ക് ശേഷം ഉപ്പ വരികയാണ്, മകനെ കാണാൻ വരുന്നു, ഉമ്മാനെ കാണാൻ വരുന്നു. എന്നിട്ട് ഉമ്മയോട് പറയുന്നു, മകനെ ഒന്ന് ഒരുക്കി ഇറക്കണം എന്റെ കൂടെ. മറുത്തൊരു ചോദ്യവും ചോദിക്കാതെ ഹാജറ ബീവി വാപ്പയുടെ കൂടെ മകനെ ഒരുക്കി കുളിപ്പിച്ച് നല്ല രീതിയിൽ വാപ്പാന്റെ കൂടെ പറഞ്ഞയക്കാണ്. ചോദിച്ചിട്ടില്ല, ഇത്രയും കൊല്ലം എവിടെ നിങ്ങള്? ഞങ്ങളെ കുറിച്ച് അന്വേഷിച്ചു നിങ്ങള്? ഒരു പരാതിയില്ല, ഒരു പരിഭവമില്ല, ഒരു കംപ്ലൈന്റ് പറയാനില്ല. ഇബ്രാഹിം വന്ന് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കൂടെ ഒരു കുഴപ്പമില്ലാതെ മകനെ കുളിപ്പിച്ചൊരുക്കി പറഞ്ഞയച്ചു. പ്രിയപ്പെട്ടവരെ, പിന്നീടുള്ള ചരിത്രം സൂറത്തു സ്വാഫാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇബ്രാഹിം നബി ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കൂട്ടി ഇങ്ങനെ പോവാണ്. മിനായിൽ, ഹാജിമാര് തമ്പടിക്കുന്ന മിനായിലാണ് ഈ പറയുന്ന മദ്ബഹ് ഇസ്മായിൽ നിലനിൽക്കുന്നത്. അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ ചരിത്രത്തിന്റെ സ്ഥലം. ആ സ്ഥലത്തെത്തിയപ്പോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബിയോട് തന്റെ മകനോട് പറയാണ്, യാ ബുനൈ, പൊന്നുമകനെ. ആ സംസാരത്തിൽ തന്നെ, വാക്കിൽ തന്നെ പിതാവിന്റെ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്നുണ്ട്. ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. പൊന്നുമോനെ, ഞാൻ നിന്നെ അറുക്കുന്നതായിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ട്. നിന്റെ ബാപ്പ ഒരു പ്രവാചകനാണ്, നിന്റെ ബാപ്പ ഒരു നബിയാണ്. അതുകൊണ്ട് തന്നെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ളതാണ്. അതായത് നിന്റെ കഴുത്തിൽ കത്തി വെക്കേണ്ടതുണ്ട്, നിന്നെ അറുക്കേണ്ടതുണ്ട്. എന്തായിരിക്കും ആ മകന്റെ മറുപടി? പ്രിയപ്പെട്ടവരെ, ഖുർആൻ വളരെ പ്രാധാന്യത്തോടുകൂടി ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ മറുപടിയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇസ്മായിൽ നബി പറയാണ്, സതജിദുനി ഫഫഅൽ മാ തുഅ്മർ യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. പ്രിയപ്പെട്ട ബാപ്പ, എന്താണോ അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചത് അതുപോലെ പ്രവർത്തിച്ചു കൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ്
الصابرين. ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ അങ്ങക്ക് എന്നെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. എന്നിട്ട് 3 ഉപാധികളാണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം മുന്നോട്ട് വെച്ചത്. എന്തൊക്കെയാണെന്നറിയോ? ഒന്ന്, താൻ ഇട്ടിരിക്കുന്ന കുപ്പായ അഴിച്ചു. എന്നിട്ട് ബാപ്പാന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതിൽ ചോര പുരളാതെ, ഇതിൽ രക്തം പുരളാതെ എൻ്റെ ഉമ്മയുടെ കയ്യിൽ സുരക്ഷിതമായി കൊണ്ടുപോയി ഏൽപ്പിക്കണം. രണ്ടാമത്തെ ഉപാധി, എന്നെ അറുക്കുമ്പോൾ എൻ്റെ 2 കൈകളും ബലമായി കെട്ടിയിടണം. കാരണം മരണവേദനയിൽ ഞാൻ കുതറി മാറിയേക്കാം. അതുകൊണ്ട് 2 കൈയും കെട്ടിയിട്ടിട്ട് വേണം എന്നെ അറുക്കാൻ. മൂന്നാമത്തെ ഉപാധി, എന്നെ കമിഴ്ത്തി കിടത്തിയിട്ട് അറുക്കണം, എന്നെ മലർത്തി കിടത്തിയിട്ട് അറുക്കരുത്. കാരണം മൂർച്ചയുള്ള കത്തി എൻ്റെ കഴുത്തിലേക്ക് വെക്കുമ്പോൾ എൻ്റെ കണ്ണുകളിൽ നേളിക്കാൻ സാധ്യതയുള്ള മരണഭയം ഒരുപക്ഷെ ഈ ഉദ്യമത്തിൽ നിന്ന് നിങ്ങളെ പിന്മാറ്റിയേക്കാം. അതുകൊണ്ട് കമിഴ്ത്തി കിടത്തിയിട്ട് വേണം എന്നെ അറുക്കാൻ. ഈ 3 ഉപാധികൾ, ആ മകം വെച്ച ഈ 3 ഉപാധികളെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. സ്വന്തം ബാപ്പക്ക് അല്ലാഹു നൽകിയ കൽപ്പന പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അതിലൊരു വീഴ്ചയും ഇല്ലാതിരിക്കാൻ കുതറിമാറാൻ എനിക്ക് പറ്റാത്ത വിധം എൻ്റെ കൈകൾ കെട്ടിയിടണം, എൻ്റെ ഉമ്മയെ ആശ്വസിപ്പിക്കണം, എന്നിട്ട് എൻ്റെ മുഖം നോക്കാതെ അല്ലാഹു കൽപ്പിച്ച കൃത്യം നിർവഹിക്കണം എന്ന് തൻ സ്വന്തം ബാപ്പാക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു മകൻ, ചെറിയ പ്രായമുള്ളൊരു മകൻ. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെടുന്നത്. വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുയാ. അല്ലാഹു അതാ വിളിക്കുകയാണ്, അല്ലയോ ഇബ്രാഹിം, അല്ലയോ ഇബ്രാഹിമേ, ഖദ് സദ്ദഖത റുയാ, അങ്ങിതാ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. അങ്ങയുടെ പ്രിയപ്പെട്ട മകന്റെ രക്തം ഭൂമിയിലേക്ക് വീഴണമെന്നില്ല, ഇസ്മായിലിന്റെ ജീവൻ അപഹരിക്കണമെന്നില്ല. അങ്ങും അങ്ങയുടെ മകനും ഇതാ 100 മാർക്കോടെ വിജയിച്ചിരിക്കുകയാണ്. അങ്ങിതാ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. പകരം ഒരു ആടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ. ജീവിതത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അതെത്ര പരിശ്രമിച്ചിട്ട് കിട്ടിയാലും പ്രാർത്ഥിച്ചു കിട്ടിയാലും അതാകട്ടെ അല്ലാഹുവിന് വേണ്ടി അത് ത്യജിക്കാനും മാറ്റിവെക്കാനുമുള്ള ഒരു മനസ്സാണ് ആ ഉപ്പയും മകനും നമുക്ക് പഠിപ്പിച്ചെന്ന് പ്രിയപ്പെട്ടവരെ. അവരുടെ കാൽപ്പാടുകൾ അതാണ്, അവരുടെ സന്ദേശവും ആശയവും അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സമർപ്പണ ബോധത്തിന്റെ പ്രതീകങ്ങളായി അതിന്റെ പാരമ്യത്തിൽ ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.